Hello dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഫസ്റ്റ് സെം AEC2 BA ഹിന്ദി സിലബസിൽ വരുന്ന മേ ദൂംഗ മാക്കു ജവാബ് എന്ന ചാപ്റ്ററിനെ പറ്റി. റീഡിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന തേർഡ് മൊഡ്യൂളിലാണ് ഈ ചാപ്റ്റർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ കവിയെ പറ്റി നോക്കാം. കവിയുടെ പേര് അസംഖ ഘോഷ് എന്നത്. असंख्य घोष का जन्म 29 अक्टूबर 1962 को मध्य प्रदेश के एक छोटे कस्बे जावद में एक गरीब दलित परिवार में हुआ. उनके पिता जूते बनाने का कार्य करते थे. आर्थिक तंगी के कारण उन्होंने पिता के साथ जूते बनाने का काम किया और साथ ही अपनी पढ़ाई भी जारी रखी. അതായത് 1962 ഒക്ടോബർ 29 അസംഖ ഘോഷ് ജനിച്ചത്. മധ്യപ്രദേശിലെ ഒരു ചെറിയ പട്ടണമായ ജാവാദിലെ ഒരു സാധാരണ ദളിത് കുടുംബത്തിലാണ് അദ്ദേഹം പിറന്നത്. അങ്ങേയറ്റം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലം. അദ്ദേഹത്തിന്റെ പിതാവ് ചെരുപ്പ് നിർമ്മിക്കുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. ദാരിദ്ര്യം നിറഞ്ഞ ആ ജീവിതത്തിൽ കുടുംബത്തെ സഹായിക്കാനായി പിതാവിനോടൊപ്പം അദ്ദേഹവും ചെരുപ്പുകൾ നിർമ്മിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു. എന്നാൽ അപ്പോഴും തന്റെ പഠനം അദ്ദേഹം തുടർന്നുകൊണ്ടിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചും ജോലിയെ കുറിച്ചും നമുക്ക് നോക്കാം. उनकी प्रारंभिक शिक्षा अपने ही कस्बे में पूरी हुई. लंबे अंतराल के बाद रानी दुर्गावती विश्वविद्यालय जबलपुर से स्वाध्यायी छात्र के रूप में अध्ययन किया. इग्नू जबलपुर सेंटर से MA इतिहास, MA ग्रामीण विकास, MBA मानव संसाधन तथा PhD की पढ़ाई पूरी की. അതായത് തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം അദ്ദേഹം സ്വന്തം പട്ടണത്തിൽ തന്നെ പൂർത്തിയാക്കി. പിന്നീട് വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ജബൽപൂരിലെ റാണി ദുർഗാവതി സർവകലാശാലയിൽ നിന്ന് അദ്ദേഹം വിദ്യാർത്ഥിയായി പഠനം തുടർന്നു. വീണ്ടും ജബൽപൂർ ഇഗ്നോ സെന്ററിൽ നിന്നും ഹിസ്റ്ററിയിലും റൂറൽ ഡെവലപ്മെന്റിലും MAകളും അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സിൽ MBAയും അദ്ദേഹം എടുത്തു. ഒപ്പം PhD വിജയകരമായി അദ്ദേഹം പൂർത്തിയാക്കി. शिक्षा पूरी करने के बाद शुरुआत में बैंक की नौकरी की और बाद में प्रशासनिक सेवा से जुड़े. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ആദ്യം ബാങ്ക് ഉദ്യോഗസ്ഥനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കും തിരിഞ്ഞു. അടുത്തതായി അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രവർത്തനങ്ങളെയും സമൂഹത്തിൽ അദ്ദേഹം ചെലുത്തിയ സ്വാധീനത്തെ കുറിച്ചും നമുക്ക് കാണാം. उनके संपादन में जबलपुर से दलित साहित्य की प्रमुख और प्रखर पत्रिका तीसरा पक्ष का नियमित प्रकाशन हो रहा है. उनकी कविताओं को विभिन्न विश्वविद्यालयों के पाठ्यक्रम में शामिल किया गया है तथा उनकी रचनाओं पर शोध कार्य भी हो रहे हैं. ജബൽപൂരിൽ നിന്ന് ദളിത് സാഹിത്യത്തിന് ഏറെ പ്രാധാന്യമുള്ള തീസര പക്ഷ് എന്ന മാസിക അദ്ദേഹത്തിന്റെ എഡിറ്റിംഗിൽ കൃത്യമായി പ്രസിദ്ധീകരിച്ചു വരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കവിതകൾ വിവിധ സർവകലാശാലകളിലെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ രചനകളെ കുറിച്ച് നിരവധി ഗവേഷണങ്ങൾ, അതായത് റിസർച്ച് വർക്ക്സും നടന്നു വരുന്നു. ഇനി അടുത്തതായി അദ്ദേഹത്തിന്റെ പ്രമുഖ കൃതികളെ പറ്റിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളെ പറ്റിയും നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ പ്രമുഖ കവിതാ സംഗ്രഹങ്ങളാണ് ഖാമോഷ് നഹി ഹൂമേ, ഹം ഗവാഹി ദേംഗെ, മേ ദൂംഗ മാക്കുൽ ജവാബ്, സമയ് കോ ഇതിഹാസ് ലിഖ്നെ ദോ, ഹം ഹി ഹടായേംഗെ കൊഹ്റ, ഈശ്വർ കെ മൗത്ത്, अब मैं सांस ले रहा हूं, बंजर धरती के बीच, हत्यारे फिर आएगी, कौन जाता है वह എന്നിവ. അദ്ദേഹത്തിന്റെ കവിതാ സഞ്ചയനങ്ങളാണ് സമകാൽ കി ആവാസ്, അതുപോലെ തന്നെ തും ദേഖ്ന കാലം എന്നിവ. ഇനി അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മധ്യപ്രദേശ് ദളിത് സാഹിത്യ അക്കാദമി ഉജ്ജയിൻ ദ്വാര പുരസ്കൃത് ഹേവ और प्रथम सृजन गाथा सम्मान, गुरु घासीदास सम्मान, भगवान दास हिंदी साहित्य सम्मान, स्वर्गीय केशव पांडे സ്മൃതി കവിതാ സമ്മാൻ, പ്രഥം മന്തവ്യ സമ്മാൻ എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം.
മേ ദൂങ്ക മാങ്കുൽ ജവാബ് എന്നതാണ് നമ്മുടെ കവിതയുടെ പേര്. ആദ്യം നമുക്ക് കവിതയൊന്ന് വായിക്കാം. സമയ് മാങ്താ ഹെ മുജ്സെ ഹിസാബ്, പഠേ ക്യോ നഹി, നഹി ഹെ ഇസ്കാ ജവാബ് മേരെ പാസ്, तुमने अपनी वर्जनाओं से काट ली थी मेरी जिह्वा, मेरे होठों में सिल दिए थे, मेरे कानों में पिघला हुआ शीशा भी उड़ेल दिया था, मेरी आंखों में गरम सलाखें भी तुम्हारे ही कहने पर गुसेड़ी गई, तुम्हारी इस करने पर मेरी धमनियों में खौल रहा है बहता लहू, समय के साथ इसका मैं दूंगा माकुल जवाब, മേരി ജഗ പഠേങ്കി മേരെ ബച്ചേ ജറൂർ. ചെറിയൊരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ അർത്ഥം ഇനി നോക്കാം. ഈ കവിത നൂറ്റാണ്ടുകളായുള്ള ചൂഷണങ്ങൾക്കും നിശബ്ദതയ്ക്കുമെതിരെ പുകയുന്ന ഒരു വിപ്ലവത്തിന്റെ കഥ പറയുന്ന ശക്തമായ ഒരു കവിതയാണ്. അറിവും വിദ്യാഭ്യാസവും നിഷേധിക്കപ്പെടാൻ അധികാരികൾ നടത്തിയ ക്രൂരതകളെയും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഉയർന്നു വന്ന ചെറുത്തുനിൽപ്പിന്റെ സുരങ്ങളെയും ഈ കവിത നമുക്ക് മുന്നിൽ തുറന്നു കാട്ടും. ആദ്യത്തെ വരികൾ സമയ് മാങ്താ ഹെ മുജ്സെ ഹിസാബ്, പഠേ ക്യോ നഹി, നഹി ഹെ ഇസ്കാ ജവാബ് മേരെ പാസ്. നമ്മുടെ ലൈനിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള വേർഡ്സിന്റെ മീനിങ്സ് നമ്മൾ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് സമയ് മാങ്താ ഹെ മുജ്സെ ഹിസാബ്. സമയ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആയിട്ട് ഒരു പേഴ്സണിഫിക്കേഷന്റെ മോഡലാണ് വരുന്നത്. മാങ്താ ഹെ മുജ്സെ ഹിസാബ്, സമയം എന്നോട് കണക്ക് ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ചോദിക്കുന്നത്? പഠേ ക്യോ നഹി, എന്തുകൊണ്ട് പഠിച്ചില്ല. നഹി ഹെ ഇസ്കാ ജവാബ് മേരെ പാസ്, ലേഖകന്റെ അടുത്ത് ഇതിനൊരു ഉത്തരമില്ല. സമയം ചോദിക്കുകയാണ് ലേഖകന്റെ അടുത്ത്, എന്തുകൊണ്ട് നീ പഠിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഒരു ഉത്തരം നമ്മുടെ ലേഖകന്റെ അടുത്ത് ഇല്ല എന്നാണ് പറയുന്നത്. അടുത്ത സ്ലൈഡിൽ കാണുന്നത് എന്തുകൊണ്ട് പഠിച്ചില്ല എന്നതിന്റെ കാരണം കവി പറഞ്ഞു തുടങ്ങുന്നു. തുമ്നെ അപ്നെ വർജനാവും സെ കാട്ട് ലീ ഥി മേരി ജിഹ്വ, മേരെ ഹോട്ടോം ഹി സിൽ ദിയേ ഥി. നമുക്കിത് കണക്കാക്കാം. സമയത്തോട് തന്നെ പറയുന്ന പോലെയാവാം, അല്ലെങ്കിൽ സൊസൈറ്റിയോട് പറയുന്ന പോലെ നമുക്ക് കണക്കാക്കാം. തുമ്നെ അപ്നെ വർജനാവും സെ, നീ നിന്റെ വർജനകളിലൂടെ അല്ലെങ്കിൽ സാമൂഹികമായ വിലക്കുകളിലൂടെ നിയന്ത്രണങ്ങളിലൂടെയും കാട്ട് ലീതി മേരി ജിഹ്വ, എന്റെ നാക്ക് മുറിച്ചു കളഞ്ഞിരുന്നു. മേരെ ഹോട്ട് ഹി സിൽ ദിയേ ഥി, എന്റെ ചുണ്ടുകളെ നീ തുന്നിക്കെട്ടിയിരുന്നു, സ്റ്റിച്ച് ചെയ്തിരുന്നു. അതായത് നമ്മുടെ ലേഖകന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത വിധം നീ എന്റെ നാക്കിനെ മുറിച്ചു മാറ്റുകയും അതുപോലെ തന്നെ ചുണ്ടുകളെ തുന്നിച്ചേർക്കുകയുമാണ് ചെയ്തിരുന്നത്. മേരെ കാനോ മേ പിഘലാ ഹുവാ शीशा भी उड़ेल दिया था, मेरी आंखों में गरम सलाखें भी तुम्हारे ही कहने पर गुसेड़ी गई. ഇവിടെ എന്താണ്? മേരെ കാനോ മേ പിഘലാ ഹുവാ शीशा भी उड़ेल दिया था, എന്റെ ചെവികളിൽ പിഘലാ ഹുവ എന്ന് പറഞ്ഞാൽ ഉരുകിയ, ഷീഷ ബി ഉഡേൽ ദിയ था. ഷീഷ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ മീനിങ് ഗ്ലാസ് എന്നാണ്. ഇവിടെ മോൾട്ടൺ മെറ്റൽ, അതായത് ഉരുകിയ ലോഹം എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാം. നമുക്ക് കേട്ടുപരിചയം ഉണ്ടായിരിക്കും. പണ്ട് കാലത്ത് ഈ പറഞ്ഞ പോലെ വേദങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് ദളിതർ എന്ന് പറയുന്ന ആ കാറ്റഗറിക്ക് സാധിക്കാത്ത ഒന്നായിരുന്നു. അബദ്ധവച്ചാൽ പോലും അത് കേൾക്കേണ്ടി വന്ന, വേദം പഠിപ്പിക്കുന്നതോ അതിനെപ്പറ്റിയോ കേൾക്കേണ്ടി വന്ന അവരുടെ ചെവിയിലേക്ക് ഉരുകിയ ഈയം ഒഴിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റുമായാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അതായത് എന്റെ ചെവികളിൽ ഉരുകിയ ലോഹം നീ ഒഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്താണ്, നമുക്ക് ഒരു തരത്തിലും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാണ്ട്, ഒരു വിരോധവും ഇല്ലാതാക്കാൻ നമുക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്ത സ്റ്റാൻസ് എന്താണ്? മേരി ആംഖോ മേ ഗരം സലാഖേം ബി തുമാരേ ഹി കഹനെ പർ ഘുസേടി ഗയി. എന്റെ കണ്ണുകളിൽ ഗരം സലാഖെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ റോഡ്സ് ആണ്. ഈ പറഞ്ഞ പോലെ ഭയങ്കര ചൂടാക്കിയിട്ടുള്ള, ഗരം എന്ന് പറഞ്ഞാൽ ചൂടാക്കിയിട്ടുള്ളത് എന്നാണ്. അങ്ങനെയുള്ള അയൺ റോഡ്സ് നിന്റെ ഉത്തരവ് പ്രകാരം, അതായത് സൊസൈറ്റിയോട് പറയാണ് അല്ലെങ്കിൽ സമയത്തോട് പറയാണ്. അന്ന് നിന്റെ സമയമായിരുന്നു സൊസൈറ്റിയില് ഈ പറഞ്ഞ സോക്കോൾ ഹൈ ക്ലാസ് എന്ന് പറയുന്ന ആൾക്കാരുടെ സമയമായി. നിങ്ങളുടെ ഉത്തരവ് പ്രകാരമാണ് എന്റെ കണ്ണുകളിലേക്ക് ഈ അയൺ റോഡ്സ് കുത്തിയിറക്കിയിരുന്നത്. എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ, നമ്മൾ ഓൾറെഡി കണ്ടു, എന്താണ്, നാക്ക് മുറിച്ചു മാറ്റിയിരുന്നു, ചുണ്ടുകളെ തുന്നിച്ചേർത്തിരുന്നു. ഇവിടെ
ചെവിയിൽ എന്താണ് ഈയമുരുക്കി ഒഴിച്ചു വെച്ചേക്കാണ്. അതുപോലെ തന്നെ എന്റെ കണ്ണുകളിലും അയൺ റോഡ്സ് കുത്തിയിറക്കിയിരിക്കുകയാണ്. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ 5 സെൻസ് ഓർഗൻസ് ആണ് പറയുന്നത്. അതിൽ ഓൾമോസ്റ്റ് എല്ലാം എന്താണ് ഇല്ലാതാക്കി കഴിഞ്ഞിരുന്നു. റെസ്പോണ്ട് ചെയ്യാനുള്ള മാർഗങ്ങളെല്ലാം ഓരോന്നോരോന്നായി നിങ്ങൾ തടഞ്ഞു വെച്ചേക്കാണ്. ഇനി തുമാരി ഇസ് കർണി പർ മേരി ധമനിയോ മേ ഖൗൽ രഹാ ഹെ ബഹത ലഹു. ലഹു എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണ്. തുമാരി ഈസ് കർണി പർ നിങ്ങളുടെ ഈ ചെയ്തികളിൽ, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കാരണം, മേരി ധമനിയോമേ എന്റെ ധമനികളിൽ, നമ്മളുടെ വെയിൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഖൗൽ റഹാഹി, ഖൗൽന എന്ന് പറഞ്ഞാൽ എന്താ, തിളച്ചുമറിയ. ബഹത്ത ലഹു, അതായത് നിങ്ങളുടെ ഈ അടിച്ചമർത്താൽ സഹിക്കാൻ വയ്യാണ്ട് എന്റെ ഞരമ്പുകളിലൂടെ ഒഴുകുന്ന ചോര ഇപ്പോഴും എന്താണ് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. സമയ്ക്ക് സാത്ത് ഇസ്കാ മേ ദൂംഗാ മാക്കുൽ ജവാബ് മേരി ജഗ പഠേങ്കെ മേരി ബച്ചേ സറൂർ. കവിതയുടെ അവസാനത്തെ ഭാഗമാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് നൽകുന്നത്. എന്താണ് പറയുന്നത്? സമയ്ക്ക് സാത്ത് ഇസ്കാ മേ ദൂംഗാ മാക്കുൽ ജവാബ്, സമയം പോകുന്നതിനനുസരിച്ച് ഇതിനുള്ള മാക്കുൽ ജവാബ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അതായത് ഇതിനുള്ള തക്കതായ മറുപടി ഞാൻ നിങ്ങൾക്ക് തരും. എന്താണ് നമ്മൾ തിരിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഒരു ക്രൂരതയോ ഇല്ലെങ്കിൽ വയലൻസോ അല്ല. പകരം എന്താ പറയുന്നത്? പോസിറ്റീവായിട്ട് മേരി ജഗ പഠേങ്കി മേരി ബച്ചേ സറു, എനിക്ക് പകരം എന്റെ മക്കൾ ഭാവിയിൽ പഠിക്കും. കിട്ടിയോ? അതായത് എന്താണ് നിങ്ങൾക്ക് ഇതിന് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി എന്നതാണ്, എന്റെ വരും തലമുറ എനിക്ക് പകരം പഠിക്കും എന്നതാണ് എനിക്ക് തരാൻ പറ്റിയ ഏറ്റവും നല്ല മറുപടി എന്നാണ് ലേഖകൻ പറയുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടി നമ്മുടെ കവിതയൊന്നുകൂടി വായിച്ചു നോക്കാം. സമയ് മാംഗ്താ ഹെ മുझसे हिसाब पढ़े क्यों नहीं है इसका जवाब मेरे पास. तुमने अपनी वर्जनाओं से काट ली थी मेरी जिह्वा, मेरे होठ ही सिल दिए थे, मेरे कानों में पिघला हुआ शीशा भी उड़ेल दिया था, मेरी आंखों में गरम सलाखें भी तुम्हारे ही कहने पर घुसेड़ी गई, तुम्हारी इस करने पर मेरी धमनियों में खौल रहा है बहता लहू, समय के साथ इसका मैं दूंगा माकूल जवाब, मेरी जगह പഠേങ്കി മേരി ബച്ചേ സറൂർ. ഇവിടെ പറയുന്നത്, ഈ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിദ്യാഭ്യാസം എന്നത് വെറും ഒരു അവകാശം മാത്രമല്ല, മറിച്ച് ഇരുണ്ട കാലങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയാണ്. ഈ കവിത നമ്മെ ഇത് തന്നെയാണ് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കവിതയും അതിന്റെ ആശയങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.